ഈ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗുഡ്മാൻ ലൈൻ സോഡർബർഗ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ മോഡ്യൂൾ 2 വൈൻഡ് അപ്പ് ചെയ്യും. നിങ്ങൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നീട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് വന്ന് ചോദിക്കണം. ഓക്കെ, സോ ഈ പോർഷൻസ് കഴിഞ്ഞ ക്ലാസ് വരെയുള്ള പോർഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സും എളുപ്പമായിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എസ്പെഷ്യലി വിച്ച് ഇസ് റിലേറ്റഡ് ടു മോഡ്യൂൾ 2. അപ്പോൾ മോഡ്യൂൾ 2 മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് തിയറി പാർട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ അവസാനത്തെ 2-3 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിക്കോളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് ഇന്ന് ഈവനിങ്ങിനകത്തത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ് എഴുതിക്കോളുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എ സ്റ്റീൽ ഷാഫ്റ്റ് ഈ സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ദാറ്റ് വേരീസ് ഓവർ എ റേഞ്ച് ഓഫ് ± 40%. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് if it transmits 15 kilowatt at 250 rpm. Material has an ultimate tensile strength 600 megapascal, yield strength 400 megapascal. Assume a factor of safety of 3. Okay. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സ്റ്റീൽ ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഷാഫ്റ്റില് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഷാഫ്റ്റ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെന്തുണ്ട്, ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ യു ക്യാൻ അസ്യൂം എ സ്റ്റീൽ ഷാഫ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സ്റ്റീൽ ഷാഫ്റ്റ്, സപ്പോസ് ഞാനത് ഒരെൻഡില് എന്തെങ്കിലും ഗിയറോ മറ്റോ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഫ്റ്റ്. ഓക്കെ, ഒരെൻഡില് ഗിയറോ മറ്റോ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഫ്റ്റ് ആണ് നമ്മളോട്. ഞാനത് ആ എൻഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല, ഗിയർ ആണോ പുള്ളിയാണോ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഷാഫ്റ്റിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ടോർക്കാണ്. ഓക്കെ, ±40% ഈ ടോർക്ക് വേരി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഷാഫ്റ്റ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്, പവർ ട്രാൻസ്മിഷൻ ആണ്. 15 കിലോവാട്ട് പവറും 250 rpm അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷാഫ്റ്റ് ആണ്. ആ സമയത്ത് അതല്ലേ പവർ P = ω/T അല്ലേ, പവർ P = ω/T. ഓക്കെ, ഈ ടോർക്കിന്റെ വാല്യൂ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് എത്രയാണ്, ±40 വേരി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ±40 വേരി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒമേഗ 2πn/60 ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് 600 MPa അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ ഷാഫ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ yield strength 400 MPa ഉള്ള സ്റ്റീൽ ഷാഫ്റ്റുമാണിത്. ഓക്കെ, ഇനി ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ±40 ടോർക്ക് നമുക്ക് അറിയത്തില്ല. ടോർക്കിനൊരു ആവറേജ് വാല്യൂ ഉണ്ട്, അതിൽ നിന്ന് മുകളിലേക്കും താഴേക്കും 40% വേരി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ 15 കിലോവാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, N-250 rpm, UP ആൻഡ് സിഗ്മ YP നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ സ്ട്രെങ്ത്. അപ്പൊ നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ ഡേറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ 3.3a പേജ് നമ്പർ 50 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പേജ് നമ്പർ 50 3.3a. സോ അവിടെ ഇക്വേഷനിൽ പവർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കിലോ വാട്ടിലാണ്. ഓക്കെ, കിലോ വാട്ടിൽ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന RPM, അത് റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ നമുക്ക് കിട്ടുന്നത് Newton mm ആയിരിക്കും. ഓക്കെ, ആൻസർ കിട്ടുന്നത്
ന്യൂട്ടൺ MM-ലായിരിക്കും. അപ്പോൾ ഈ 3.3a ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 50 ചെക്ക് ചെയ്താൽ അറിയാം. 3.3a ഇക്വേഷനിൽ ടോർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ MM-ലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ കിലോ വാട്ടിനെ നിങ്ങൾ വാട്ട്സ് ആക്കാൻ പോകണ്ട അല്ലേ. അതുപോലെ തന്നെ 250 RPM എന്നാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ടോർക്കിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ടോർക്ക്. ഓക്കെ, ആവറേജ് ടോർക്കാണ്. ഓക്കെ, ആവറേജ് ടോർക്കാണ്. ടി ആവറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി മാക്സ് എത്ര ആണെന്ന് പറയുന്നുണ്ട്? +40 ടൈംസ്. ഓക്കെ, 40 ടൈംസ് ഓഫ് ടി. അതുപോലെ തന്നെ ടി മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -40 ടൈംസ് ഓഫ് ടി. 40% ഓഫ് ടി എന്നല്ല പറയുന്നത്. ഓക്കെ, ഈ ടി ആവറേജിന്റെ 40% എന്നല്ല പറയുന്നത്. ടി ആവറേജ് മുകളിലേക്ക് 40% കൂടാം. അതിന്റെ ടി ആവറേജ് താഴേക്ക് 40% കുറയാൻ സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള വാല്യൂ ടി ആവറേജ് ആണ്. ഓക്കെ, അതിൽ നിന്ന് 40% കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1.4 അല്ലേ. 100%നെ 1 ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 140% ആവുന്നു. 140% ആവുന്നെങ്കിൽ അതിനെ 1.4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സിമിലർലി ടോർക്ക് 40% കുറയുന്നു. ഇപ്പം ടോർക്ക് 100% ആണെങ്കിൽ അതിൽ നിന്ന് 40% കുറഞ്ഞാൽ ബാക്കി 60% ടോർക്ക്. ഓക്കെ, ടോർക്ക് 40% കൂടുന്നു. ടോർക്ക് 100% 40 കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലെ ടോർക്ക് 140% ആണ്. അതുകൊണ്ട് നമ്മൾ 1.4 ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ ആവറേജ് ടോർക്കിൽ നിന്ന് ആവറേജ് ടോർക്ക് 573ൽ നമുക്ക് എന്തെല്ലാം വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാനൊക്കും? മാക്സിമം ടോർക്കും മിനിമം ടോർക്കും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ടോർക്കും മിനിമം ടോർക്കും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഷാഫ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെ ടോർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ടോർക്കാണ് അല്ലേ. വേരിയബിൾ ടോർക്ക് നമുക്കറിയാം, ഏത് വേരിയബിൾ ക്വാണ്ടിറ്റി ആണെങ്കിലും അത് വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിട്ടാണ് അല്ലേ. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ടോർക്ക് ഇവിടെ സാധാരണ നമ്മൾ ആക്സിയൽ സ്ട്രെസ് എന്ന് നമ്മൾ പറയാറുണ്ട്, ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്, വേരിയബിൾ ടോർക്കാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതൊരു സൈക്ലിക് ലോഡിംഗ് കണ്ടീഷൻ ആണ് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ എവിടൊക്കെ സിഗ്മ, അപ്പൊ നമുക്ക് ഇത് സ്റ്റീൽ ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സോഡർബർഗ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെ സോഡർബർഗ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. എന്താണ് സോഡർബർഗ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? പേജ് നമ്പർ 25 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇത് ടോർക്കിന് വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ പേജ് 24 ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം എന്താണ്? ഗുഡ്മാൻ റിലേഷൻ ഫോർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്. അതുപോലെ തന്നെ 2.19c നിങ്ങൾ നോക്കേ, സോഡർബർഗ് റിലേഷൻ ഫോർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്. ഓക്കെ, ഇനി പേജ് 25 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഗിവൺ ഗുഡ്മാൻ റിലേഷൻ ഫോർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ടോർഷണൽ സ്ട്രെസ്. അതുപോലെ സോഡർബർഗ് റിലേഷൻ ഫോർ ഫ്ലക്ച്വേറ്റിംഗ് ടോർഷണൽ സ്ട്രെസ്. അപ്പോൾ ഇക്വേഷൻ 2. നിങ്ങൾ ഇക്വേഷൻ 2.21e നോക്കിയാൽ ശരിയാവും. ഓക്കെ, സിമിലർലി അതിൽ നിങ്ങൾ താഴേക്ക് നോക്കുക. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഗുഡ്മാൻ റിലേഷനും സോഡർബർഗ് റിലേഷനും തന്നിരിക്കുന്നത്. അത് ബ്രിട്ടിൽ മെറ്റീരിയൽസിനും തന്നിട്ടുണ്ട്, ഡക്ടൈൽ മെറ്റീരിയൽസിനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിന്റെ ടേംസിലും ടോർഷണൽ സ്ട്രെസ്സിന്റെ ടേംസിലും തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വേഷൻ 2.21c അതുപോലെ 2.21d ഇത് രണ്ടും എന്തിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്? ബ്രിട്ടിൽ മെറ്റീരിയലിനും ഡക്ടൈൽ മെറ്റീരിയലിനുമുള്ള ഇക്വേഷൻസ് ആണ്. അത് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിന്റെ ടേംസിൽ അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്സിന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഷിയർ സ്ട്രെസ് ഫോർ ഡക്ടൈൽ മെറ്റീരിയൽസ് ഇൻ ഷിയർ. ഓക്കെ, ഷിയർ സ്ട്രെസ്സിന്റെ ടേംസിൽ ഇതേ സോഡർബർഗ് ഇക്വേഷൻ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് 2.21e. അപ്പോൾ ഈ 2.21e ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കാരണം ഇവിടെ ഷിയർ സ്ട്രെസ് ആണ്, ഫ്ലക്ച്വേറ്റിംഗ് ഷിയർ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡർബർഗ് ഇക്വേഷനിലെ നോർമൽ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിനെ റീപ്ലേസ് ചെയ്ത് സിഗ്മ വരുന്നിടത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുത്തു? ടോ ഇട്ട് കൊടുത്തു. ഓക്കെ, ടോ ഷിയർ സ്ട്രെസ്സിന്റെ ടോ ഇട്ട് കൊടുത്തു. പക്ഷേ സിഗ്മ എൻഡുറൻസ് നമ്മൾ ഇത് നോക്കിയാൽ മതി. ഇക്വേഷൻ
സ്ലൈഡിലെ ഇക്വേഷൻ സിഗ്മ എൻഡുറൻസ് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക, അതിന് നമ്മൾ മാറ്റമൊന്നും വരുത്തിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫാറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ 1+Q ഇൻറ്റു കെ ടി മൈനസ് വൺ, 1+2 ഇൻറ്റു ഇത് കെ ടി ആണ് കേട്ടോ, 1+2 ഇൻറ്റു കെ ടി മൈനസ് വൺ. ഓക്കെ, സോ കെ ടി വാല്യൂവും ക്യൂ വാല്യൂവും നമുക്ക് എവിടുന്ന് കിട്ടും? ഓക്കെ, ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണ് അല്ലേ? അതില് പ്രത്യേകിച്ച് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണ് എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ കെ ടി വാല്യൂ നമുക്ക് എവിടെ നിന്ന് എടുക്കാം? നിങ്ങൾക്കത് ഡേറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഡേറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 4 നോക്കാം. നമുക്ക് ഒന്ന് രണ്ട് കേസ് നോക്കട്ടെ. എലിപ്റ്റിക്കൽ ഹോൾ, ഫ്ലാറ്റ് ബാർ, ഓക്കെ, അതിന്റെ ഗ്രാഫ് നമുക്ക് ഡേറ്റാ ബുക്കിൽ കെ ടി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രാഫ് ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണോ? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കെ ടി ഇല്ല. ഓക്കെ, സോ യൂണിഫോം ഷാഫ്റ്റ് ആണ്, യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഷാഫ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മൾ മുമ്പിലത്തെ ഫിഗറിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഷാഫ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു ഡേറ്റയും പറയുന്നില്ല, യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഷാഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണ്. ഓക്കെ, അതുകൊണ്ട് കെ ടി വാല്യൂ എന്തായിരിക്കും? 1 ആണ്. നോച്ച് സെൻസിറ്റിവിറ്റി ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു ഡിസ്കണ്ടിന്യൂറ്റിയോ അല്ലെ സ്ട്രെസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്ട്രെസ് റേസറോ ഇല്ലാത്തത് കൊണ്ട് നോച്ച് സെൻസിറ്റിവിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നോച്ചസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കെ ടി 1ഉം Q0 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് KSF വാല്യൂ എത്ര ആയിട്ട് എടുക്കാം? ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഫോർ സ്റ്റീൽ ഷാഫ്റ്റ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇനി ABC വാല്യൂസ് പേജ് നമ്പർ 25 നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും സോൾവ് ചെയ്തതുപോലെ അതേ ABC വാല്യൂസ് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ റിവേഴ്സ്ഡ് ടോർഷണൽ ലോഡിംഗ് ആണ്, ഇവിടെ റിവേഴ്സ്ഡ് ആക്സിയൽ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റിവേഴ്സ്ഡ് ടോർഷണൽ ലോഡ്. ഓക്കെ, റിവേഴ്സ്ഡ് ടോർഷണൽ ലോഡ് എ വാല്യൂ എത്രയാണ്? 0.5 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 0.5 അതിലെ മിനിമം വാല്യൂ എ വാല്യൂ. സിമിലർലി ബി വാല്യൂ എന്ന് പറയുന്നത് സൈസ് കറക്ഷൻ ഫാക്ടർ, സൈസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് 0.85 എടുക്കണം. മൂന്നാമത്തെ കേസ് എന്താണ്? സി വാല്യൂ. സി വാല്യൂ എങ്ങനെയാണ്? സർഫസ് കറക്ഷൻ ഫാക്ടർ. ഓക്കെ, സർഫസ് കറക്ഷൻ ഫാക്ടർ സിഗ്മ യു അൾട്ടിമേറ്റിന്റെ വാല്യൂ എത്രയാണ്? 600 മെഗാ പാസ്കൽ. സോ നമുക്ക് ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടേബിൾ 2.2 600 മെഗാ പാസ്കൽ ഉണ്ടോ? C4 മെഷീൻ സർഫസ് ടേബിൾ 2.2 പേജ് നമ്പർ 32 നോക്കിക്കഴിഞ്ഞാൽ സി വാല്യൂ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്ര തന്നിരിക്കുന്നത്? 600 ആ തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ 550 ആയിരുന്നു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എങ്കിൽ സി വാല്യൂ 0.88 ആയിരുന്നേനെ. 620 ആയിരുന്നു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എങ്കിൽ സി വാല്യൂ 0.86 ആണ്. ഓക്കെ, 0.86 ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് 0.93 ആണ് എടുത്തിരിക്കുന്നത്. 0.93 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഗർ 2.33 നോക്കിയാലും മതി, പേജ് 46 അതില് 600 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ബി, 600 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ബി എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട് ഷാഫ്റ്റ്. ഓക്കെ, അതിന് 0.93 ആണ് വരുന്നത്. നിങ്ങൾ ഇതെടുത്താൽ മതി. ഡേറ്റാ ബുക്കിൽ ഒരു ടേബിൾ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, അവിടെ നമുക്ക് 600 ഡയറക്റ്റ് വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഫിഗർ കൂടി ചെക്ക് ചെയ്യാൻ അവൈലബിൾ ആണ് അല്ലെ? ആ ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് സി വാല്യൂ അല്ലെ, സർഫസ് കോഎഫിഷ്യന്റ് സി വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു സർഫസ് കോഎഫിഷ്യന്റ് സി വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫിഗർ അവൈലബിൾ ആണ്. അതിൽ കർവ് ബി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് ഷാഫ്റ്റ്. എന്താ ഗ്രൗണ്ട് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാല് ഷാഫ്റ്റിന്റെ സർഫസിലെല്ലാം ഗ്രൈൻഡിങ് ഓപ്പറേഷൻ നടത്തുന്നു. അപ്പൊ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ നടത്തി ഫിനിഷ് ചെയ്ത ഒരു ഷാഫ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ഷാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ 600 മെഗാ പാസ്കലിന് അതിന് എക്സ് ആക്സിസിൽ 600 എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസിൽ ഗ്രൗണ്ട് ഷാഫ്റ്റിന് നമുക്കൊരു 0.93 ഒക്കെ കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, 0.93. ഓക്കെ, സോ ഈ വാല്യൂസ് നമുക്ക് KSF വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
എ ബി സി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നാൽ എൻഡുറൻസ് സ്ട്രെങ്ത് തന്നിട്ടില്ല. എൻഡുറൻസ് സ്ട്രെങ്തിന്റെ റിലേഷൻ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തിന്റെ 0.5 ടൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് യൂഷ്വലി എൻഡുറൻസ് സ്ട്രെങ്തിന് അടുത്തുള്ള വാല്യൂ ആണ്. ഓക്കെ, സോ എൻഡുറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടോ ഈൽഡ് പോയിന്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാ, അതെങ്ങനെ എടുക്കുന്നത്? സിഗ്മ ഈൽഡ് പോയിന്റ്, അതായത് ഷിയർ ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നോർമൽ സ്ട്രെസ്സിന്റെ ഈൽഡ് പോയിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം നോർമൽ സ്ട്രെസ് വഴി കിട്ടുന്ന ഈൽഡ് പോയിന്റ് ആണ് ടെൻസൈൽ ടെസ്റ്റിലെ വാല്യൂ അല്ലെ. ടെൻസൈൽ ടെസ്റ്റിലെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഷിയർ ഈൽഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ 400ന്റെ ഹാഫ് 200 മെഗാപാസ്കൽ. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ആയതുകൊണ്ട് അതിന്റെ മീൻ സ്ട്രെസ് നമ്മൾ ആവറേജ് സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. എൻ വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 3 എൻ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ സോഡർബർഗ് ഇക്വേഷൻ അല്ലെ സോഡർബർഗ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റീൽ ഡക്ടൈൽ മെറ്റീരിയൽസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ടോമാക്സ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ടോമാക്സ് പ്ലസ് ടോമിൻ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും എന്ത്? മീൻ ഷിയർ സ്ട്രെസ് ടോ മീൻ. ഓക്കെ, ഇപ്പൊ ടോ നമുക്ക് ഡയറക്ട്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യനിൽ ടോ വാല്യൂ അല്ല തന്നിരിക്കുന്നത്, ടോർക്ക് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ടി ബൈ ഇസഡ് ആണ് എന്ത്? ടോ. ടി ബൈ ഇസഡ് ആണ് ടോ വാല്യൂ. ഓക്കെ, സോ ടോയെ നമ്മൾ ടി ബൈ ഇസഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ടി ബൈ ഇസഡ്, അപ്പൊ നമുക്ക് ഇക്വേഷനിൽ എന്താ വരുന്നത്? ടി മാക്സ് പ്ലസ് ടി മിൻ ക്യാപിറ്റൽ ടി, അതാണ് ടോർക്ക്, ഡിവൈഡഡ് ബൈ എന്താണ് ഈ സെക്ഷൻ പോളാർ ഡിവൈഡഡ് ബൈ ഇസഡ് പി. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെ. ഇസഡ് എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെ സെക്ഷൻ മോഡുലസ്. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് നമ്മളുടെ സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, സെക്ഷൻ മോഡുലസ്. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 1 പേജ് നമ്പർ 1 ഓക്കെ, പേജ് നമ്പർ ഡാറ്റാ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ബേസിക് ഇക്വേഷൻസ് ആണ്. ഇപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ജെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇസഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, സെക്ഷൻ മോഡുലസ് ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മെക്കാനിക്സ് സോൾസിൽ പഠിച്ചിട്ടുള്ളതാണ്. ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. അതിനകത്ത് നമുക്ക് എന്താണ് ഇസഡ് ഡിറൈവ് ചെയ്തെടുക്കാം. സോ ടി ബൈ ഇസഡ് ഈക്വൽ ടു ടോ എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ടോ മീൻ വാല്യൂ എങ്ങനെ കിട്ടുന്നു? ടി മാക്സ് പ്ലസ് ടി മീൻ ഡിവൈഡ് ബൈ 2 ടൈംസ് ഇസഡ് ബി. അതുപോലെ തന്നെ ടോ ആവറേജ് വാല്യൂ എങ്ങനെയാണ്? ടി മാക്സ് സിമിലർലി ടോ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ടോ മാക്സ് മൈനസ് ടോ മീൻ ഡിവൈഡ് ബൈ 2 ആയിരിക്കും അല്ലെ. ആവറേജ് വാല്യൂ മീൻ വാല്യൂ. ഓക്കെ, ഷിയർ സ്ട്രെസിന്റെ ആവറേജ് വാല്യൂ ഷിയർ സ്ട്രെസിന്റെ മീൻ വാല്യൂ. ഓക്കെ, ടോ മാക്സ് മൈനസ് ടോ മീൻ ഡിവൈഡ് ബൈ 2. സോ ടോർക്ക് ടേംസിൽ നമുക്ക് ഷിയർ സ്ട്രെസ്സിനെ എഴുതാം ടി ബൈ ഇസഡ് പി എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഇക്വേഷൻ വിൽ ബിക്കം ടി മാക്സ് മൈനസ് ടി മീൻ ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഇസഡ് പി എന്ന് നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ടി മാക്സ് നമ്മൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ടി മാക്സ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അൺനോൺ ക്വാണ്ടിറ്റി ഇവിടെ നമുക്കറിയാം ഡയമീറ്റർ ആണ്. അപ്പോൾ ഷാഫ്റ്റിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതെല്ലാം കിട്ടുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷൻ 1 സോഡർബർഗ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഡിക്ക് വേണ്ടി സോൾവ് ചെയ്യണം. ഡിക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി ഈക്വൽ ടു 41.88 എന്ന് കിട്ടുന്നു. നിങ്ങൾ സ്റ്റാൻഡേർഡ് ടേബിൾ പേജ് നമ്പർ 57 സ്റ്റാൻഡേർഡ് ഷാഫ്റ്റ് ഡയമീറ്റർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ടേബിൾ അവൈലബിൾ ആണ്. ആ ടേബിൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും 41.88 എന്ന് പറയുന്ന ഷാഫ്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹയർ വാല്യൂ ആയ 45 എത്തിച്ചേരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ, സ്റ്റീൽ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ, ആ ഷാഫ്റ്റിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആ ഷാഫ്റ്റിലേക്ക് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നു. ടോർക്കിന്റെ എഫക്റ്റ് എന്താണ്? സർഫസിൽ ഷിയർ സ്ട്രെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ടോർക്കിന്റെ എഫക്റ്റ്. ഓക്കെ, സോ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞ ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാർത്തികേയൻ ക്ലാസ്സിലുണ്ടോ?
നിരഞ്ജന, Sir. ഈ പ്രോബ്ലം ചെയ്ത് മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? നിരഞ്ജന കേൾക്കുന്നുണ്ടോ? Sir. കേൾക്കുന്നോ? ഈ പ്രോബ്ലം ചെയ്തത് മനസ്സിലായോ എങ്ങനെയാണെന്നോ? കുഴപ്പമില്ല, ചെയ്താൽ മനസ്സിലാവും. അശ്വിൻ എസ് എച്ച്, അശ്വിൻ എസ് എച്ച്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് അതിന്റെ ആൻസർ നാളേക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. സോ നമുക്കിനി ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടെ അതിന്റെ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം, അതിന്റെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അത് ചെയ്തിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചേർത്ത് നാളെ 10 o'clock മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ET ലാബിൽ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ കണ്ടു, രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുക. അപ്പൊ ഇവിടെ ഫിഗർ തന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇത് ഒരു ഷാഫ്റ്റിന്റെ പ്രോബ്ലമാ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോളൂ, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാന്റിലിവർ ബീമാണ്. ഓക്കെ. അതില് ലോഡ് വേരി ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ആ ബീമിന്റെ ക്രോസ് സെക്ഷനും അതിന്റെ ഡയമീറ്ററും എല്ലാം നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. കാരണം ഡയമീറ്റർ വേരിങ് ആണ് അല്ലെ. ഡയമീറ്റർ ഇനിഷ്യലി അല്ലെ, ഈ കാന്റിലിവർ ബീമാണ്. ആ ബീമിന് ഒരു സർക്കുലാർ ക്രോസ് സെക്ഷനാണ് വരുന്നത്. അത് സപ്പോർട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ഥലം, അതായത് അതിന്റെ ലെഫ്റ്റിലാണ് അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിന്റെ റൈറ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് -F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഡയറക്ഷനും +3F അത് താഴേക്കുള്ള ഡയറക്ഷനിലുമാണ് കാണിച്ചിരിക്കുന്നത്. +3F താഴേക്കും -F മുകളിലേക്കുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഒരു ഷാഫ്റ്റ് ഒരു കാന്റിലിവർ ബീം, ഓക്കെ, ആ ബീമിന്റെ ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്നു 20-ൽ നിന്ന് 12-ലേക്ക് വേരി ചെയ്യുന്നു. ഓക്കെ. ഇങ്ങനെയുള്ള ഒരു കാന്റിലിവർ ബീമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇറ്റ് ഈസ് സബ്ജക്ട് ടു ലോഡ് വിച്ച് വേരീസ് ഫ്രം -F to +3F. -F എന്ന് പറഞ്ഞാൽ യൂഷ്വലി കംപ്രസീവ് ലോഡാണ്. ഓക്കെ. അതുപോലെ തന്നെ F വാല്യൂ 3 times വേരി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഈ F വാല്യൂ ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിൻ ദ മാക്സിമം ലോഡ് ദിസ് മെമ്പർ ക്യാൻ വിസ്റ്റാൻഡ് ഫോർ ആൻ ഇൻഫൈനൈറ്റ് ലൈഫ്. ഇൻഫൈനൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലുവർ ഇല്ലാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇൻഫൈനൈറ്റ് ലൈഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. യൂസിങ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2. ഓക്കെ. ഇനി KT വാല്യൂ 1.42, തിയറിറ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ 1.42 തന്നിട്ടുണ്ട്. നോച്ച് സെൻസിറ്റിവിറ്റി Q വാല്യൂ തന്നിട്ടുണ്ട്, എത്ര? 0.9. ഓക്കെ. ഇനി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെ തന്നിരിക്കുന്നത്? കോൾഡ് ഡ്രോൺ കാർബൺ സ്റ്റീൽ ആണ്. ഓക്കെ. അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി അൾട്ടിമേറ്റ് സ്ട്രെസ് സിഗ്മ, എൻഡുറൻസ് സ്ട്രെസ്, സർഫസ് ഫിനിഷ് ഫാക്ടർ, സൈസ് ഫാക്ടർ, അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെസ് സിഗ്മ YP വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു ബീമിലേക്ക് നമ്മൾ ഒരു ലോഡിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ലോഡിങ് വേരി ചെയ്യുന്നെന്നാണ് പറയുന്നത്. ആ വേരി ചെയ്യുന്ന വാല്യൂസ് എത്രയാണ്? -F മുതൽ +3F വരെ വേരി ചെയ്യുന്നു. എന്നാൽ ഈ F വാല്യൂ എത്ര ആയിരിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓൾറെഡി മുമ്പുള്ള പ്രോബ്ലംസിലെല്ലാം നമ്മൾ ഷാഫ്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഡിറ്റർമിൻ ചെയ്തിരുന്നു. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡയമീറ്റർ അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം മാക്സിമം F വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഈ ഷാഫ്റ്റിന് രണ്ട് ക്രോസ് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫില്ലറ്റ് ഉണ്ട്. ആ ഫില്ലറ്റ് റീജിയൻ ആണ് എന്തിനെ കണക്ട് ചെയ്യുന്നത്? ലാർജ് ക്രോസ് സെക്ഷനെയും സ്മോളർ ക്രോസ് സെക്ഷനെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നത്? R3. ഓക്കെ. 125 എന്ന് പറയുന്നത് ചെറിയ ഷാഫ്റ്റിന്റെ ലെങ്തും, ഓക്കെ, 125 - 150 എന്ന് വെച്ചാൽ എത്രയാണ്? 25 ആണ് ഇതിന്റെ ലെങ്ത്. ഓക്കെ. ചെറിയ ഷാഫ്റ്റിന്റെ ലെങ്ത് എത്ര വരുന്നു? അല്ല, ചെറിയ പാർട്ടിന്റെ ലെങ്ത് 25ഉം വലിയ പാർട്ടിന്റെ ലെങ്ത് 125 ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ലോഡ് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ.
സോ നമുക്കറിയാം ഇവിടെ ലോഡ് വേരിയബിൾ ലോഡാണ് അല്ലെ, വേരിയബിൾ ലോഡാണ് ഈ കാന്റിലിവർ ബീമിൽ ആക്ട് ചെയ്യുന്നത്. അത് വേരി ചെയ്യുന്നത് ഒരു കംപ്രസീവ് അല്ല ഒരു എന്താണ് -F മുതൽ +3F വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, X ആക്സിസിലേക്ക് ഇപ്പൊ -F പോകുന്നതെങ്കിൽ Y ആക്സിസിലേക്ക് +3 ടൈംസ് ആ ലോഡ് പോകുന്നുണ്ട്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ലോഡ് പോകുന്നത്. അതുകൊണ്ടാണ് പ്ലസും മൈനസും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ഒരു കോൾഡ് ഡ്രോൺ കാർബൺ സ്റ്റീൽ ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ സോഡർബർഗ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗുഡ്മാൻ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രോബ്ലത്തിലും മുമ്പ് ചെയ്ത എല്ലാ പ്രോബ്ലവും ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വാണ്ടിറ്റി, അതായത് F വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ B വാല്യൂ C വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. B വാല്യൂ C വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, എൻഡുറൻസ് ലിമിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡേറ്റാസ് എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഡേറ്റ? എഫ് മാക്സ് തന്നിട്ടുണ്ട്, എഫ് മിൻ വാല്യൂ, അതുപോലെ തന്നെ ലെങ്ത് സ്റ്റെപ്പ് സെക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ നോച്ച് സെൻസിറ്റിവിറ്റി Q എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷനിൽ ഒരു സഡൻ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സിൽ ഒരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതൊരു സൈക്ലിക് ലോഡിംഗ് ആണ്. അതുകൊണ്ട് Q ഒരിക്കലും 0 ആവത്തില്ല, Qന് ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ Qന്റെ എഫക്റ്റ് എത്ര മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KT 1.42 ആണ്. പക്ഷെ സൈക്ലിക് ലോഡിംഗ് ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റിനെ 90% Q കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് Q 0.9 കിട്ടിയത്. KT 1.42 ആണ്. Q വാല്യൂ 0.9 ആയതുകൊണ്ട് ആ 1.42ന്റെ എഫക്റ്റ് 90% കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് സിഗ്മ U, സിഗ്മ YP, സിഗ്മ എൻഡുറൻസ്, ഓൾ ദീസ് വാല്യൂസ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മളുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, F ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പർപ്പസ്. അപ്പോൾ ഇതൊരു ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ആയതുകൊണ്ട് നമുക്കവിടെ എന്താണ്, മീൻ സ്ട്രെസ്സും വേരിയബിൾ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മീൻ സ്ട്രെസ്സും വേരിയബിൾ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കാന്റിലിവർ ബീമിന്റെ എൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ലോഡാ, ശരിയല്ലേ? ഇതൊരു കാന്റിലിവർ ബീം ആയിരുന്നു. അതിന്റെ എൻഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ്, പോയിന്റ് ലോഡ്. അത് മുകളിലേക്കും താഴേക്കും വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഇരുന്ന ഈ ഷാഫ്റ്റ് ബെൻഡ് ചെയ്യും, രണ്ട് സൈഡിലേക്കും ബെൻഡ് ചെയ്യും. ഓക്കെ, അത് ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ? ഒരു ടൈപ്പ് ഓഫ് ലോഡിങ്ങിൽ അടുത്ത ടൈപ്പ് ഓഫ് ലോഡിങ് വരുമ്പോൾ അത് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്, ശരിയല്ലേ? സോ ഈ രണ്ട് തരത്തിലുള്ള ബെൻഡിങ്, ഓക്കെ, ഈ രണ്ട് തരത്തിലുള്ള ബെൻഡിങ്ങിനെയും അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റിൽ ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൊരു ബെൻഡിങ് മൊമെന്റ് എഫക്റ്റ് ആണ് ഈ ഫോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. -F-ഉം +3F കൂടെ ചേർത്ത് ഈ ഷാഫ്റ്റിൽ ഒരു ബെൻഡിങ് മൊമെന്റ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ മൊമെന്റ് എത്ര ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും വാല്യൂ? മൊമെന്റ് M = ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ F വാല്യൂ മൾട്ടിപ്ലൈഡ് വിത്ത് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷാഫ്റ്റിന്റെ ടോട്ടൽ ലെങ്ത്. കാരണം ഈ ഷാഫ്റ്റിന്റെ എൻഡിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 150 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ മാക്സിമം ബെൻഡിങ് മൊമെന്റും മിനിമം ബെൻഡിങ് മൊമെന്റും ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാം. ലോഡ് 3F ആവുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയിലേക്ക് വരുന്നു? മാക്സിമം ബെൻഡിങ് മൊമെന്റ് F മാക്സ് വരുമ്പോഴാണ് വരുന്നത്. മിനിമം ബെൻഡിങ് മൊമെന്റ് F മിൻ വരുമ്പോഴാണ് വരുന്നത്. ഓക്കെ, F മിൻ വാല്യൂ നമുക്കറിയാം എത്രയാണ്, -F. F മാക്സ് വാല്യൂ 3F. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നത് 125 കൊണ്ടാണ്. എന്താണ് 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു 150 കൊണ്ടായിരുന്നു ഈ ഒരു കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കാരണം ഇതൊരു യൂണിഫോം ഷാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ 125 കൊണ്ടേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാ, അത് പറയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ 125 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഈ ഷാഫ്റ്റിന്റെ ക്രോസ് സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സഡൻ ചേഞ്ച് വരുന്ന റീജിയൻ ഇതാണ്. ഓക്കെ, സോ ഇതൊരു വീക്കസ്റ്റ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഷാഫ്റ്റ് ബെൻഡ് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റ് ആ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ്
ബെൻഡ് ചെയ്യുന്നതും. താഴേക്കും ബെൻഡ് ചെയ്യും, അതുപോലെ തന്നെ അത് മുകളിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുകളിലേക്കും ബെൻഡ് ചെയ്യും. അപ്പൊ ഷാഫ്റ്റിന് ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടാവണമെങ്കിൽ അത് നോച്ച് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഫില്ലറ്റ് വരുന്ന റീജിയനിലായിരിക്കും ആ ബെൻഡിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവിടെ മുതലുള്ള ഡിസ്റ്റൻസ് മാത്രം നമ്മൾ എടുത്തത്. ഓക്കെ, അവിടെ മുതലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 125 ആണ്. ഓക്കെ, സോറി. ഓക്കെ, സോ എഫ് മാക്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം 375 ടൈംസ് എഫ് എം മാക്സ്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് മിനിമം -125 ടൈംസ് എഫ് വാല്യൂ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ബെൻഡിങ് മൊമെന്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ? സിഗ്മ മീനും സിഗ്മ ആവറേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സിഗ്മ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിഗ്മ മീൻ സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മീൻ ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ സിഗ്മ ആവറേജ് എന്ന് പറഞ്ഞാലോ സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മീൻ ഡിവൈഡഡ് ബൈ 2. സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള ഏരിയ ഒന്നും തന്നിട്ടില്ല. പകരം എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ബെൻഡിങ് മൊമെന്റ് ഡിവൈഡഡ് ബൈ ഇസഡ് വാല്യൂ. എം ബൈ ഇസഡ് ആണ് എന്ത്? സിഗ്മ ഈക്വൽ ടു എന്താണ്? എം ബൈ ഇസഡ്. അത് നിങ്ങൾ മെക്കാനിക്സ് സോളിഡ്സിൽ പഠിക്കുന്നതാണ്. സോ എം ബൈ ഇസഡ് ആണ് സിഗ്മ. സോ അങ്ങനെ ഈ ഇക്വേഷനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സിഗ്മ മീൻ ഈക്വൽ ടു എം മാക്സ് പ്ലസ് എം മീൻ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇസഡ് എന്നുകൂടി വരുന്നു. ഓക്കെ, സിമിലർലി സിഗ്മ ആൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോഴോ എം മാക്സ് പ്ലസ് അല്ല മൈനസ് എം മീൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത്? ഇസഡ് കൊണ്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റയിൽ അൺനോൺ ക്വാണ്ടിറ്റി എഫ് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സോ എഫ് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ 375 എഫ് മൈനസ് 125 എഫ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 പൈ. ഡിയുടെ അടുത്ത് എന്താ നമ്മൾ എഴുതുന്നത്? ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ രണ്ട് 12ഉം തന്നിട്ടുണ്ട്, 20യും തന്നിട്ടുണ്ട്. നമ്മൾ ഏതാ എടുക്കേണ്ടത്? മിനിമം ക്രോസ് സെക്ഷൻ വരുന്ന 12 റീജിയൻ ആണ് എടുക്കേണ്ടത്. കാരണം അവിടെ വെച്ചാൽ ഈ ഷാഫ്റ്റ് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, 12 എന്ന് പറയുന്നതാണ് മിനിമം ക്രോസ് സെക്ഷൻ, മിനിമം ഡയമീറ്റർ. അവിടെ വെച്ചാണ് ഈ ഷാഫ്റ്റ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം 125ഉം അതുപോലെ തന്നെ അതിന്റെ ക്രോസ് സെക്ഷൻ 12 ആണ്. നമ്മൾ ഈ 115 20 എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ആണ് ആ ബെൻഡിങ് വരാനുള്ള സാധ്യത. ഓക്കെ, ഇവിടെ മുതലാണ് ആ ബെൻഡിങ് വരാനുള്ള സാധ്യത. ഓക്കെ, സോ സിഗ്മ മീൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സിഗ്മ ആവറേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മീൻ സ്ട്രെസ് ആസ് വെൽ ആസ് ആവറേജ് അല്ലെങ്കിൽ വേരിയബിൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കെ ടി എഫ് ഇക്വേഷനിൽ തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു കെ ടി -1, ക്യൂ വാല്യൂ 0.9, കെ ടി വാല്യൂ 1.42. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫറ്റീഗ് ലോഡിംഗ് ആണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഫറ്റീഗ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് അല്ലെ വേരിയബിൾ ലോഡിംഗ് ആണ് ഈ പ്രോബ്ലം അല്ലെ? അതുകൊണ്ട് കെ ടി എഫ് വാല്യൂ ആണ് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. കെ ടി എഫ് വാല്യൂ 1.378 വരും. ഓക്കെ, സോ ഇതൊരു റിവേഴ്സ്ഡ് ബെൻഡിങ് ലോഡാണ്, ശരിയല്ലേ? റിവേഴ്സ്ഡ് ബെൻഡിങ് ലോഡാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഷാഫ്റ്റിന്റെ എൻഡിൽ നമ്മൾ 2 ഡയറക്ഷനിൽ അതിനെ ബെൻഡ് ചെയ്യുക അല്ലെ? 2 ഡയറക്ഷനിൽ അതിനെ ബെൻഡ് ചെയ്യുക. ഒരിടത്ത് എമ്മിൻ അല്ലെ ബെൻഡിങ് മൊമെന്റ് മിനിമവും ഒരിടത്ത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും അല്ലെ? മാക്സിമം ആയിരിക്കും നമ്മൾ സപ്ലൈ. ഇപ്പൊ റിവേഴ്സ്ഡ് ബെൻഡിങ് ലോഡ് ആണെങ്കിൽ എ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. പേജ് 25 നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. 1 എടുത്താൽ മതി. ബി വാല്യൂ സി വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനലി എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അപ്ലൈഡ് ലോഡ് എത്ര കിട്ടുന്നേ? അപ്ലൈഡ് ലോഡ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അപ്വേർഡ് ഡയറക്ഷനിൽ 44 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ 122 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും ഉണ്ടാകുന്ന വേരിയേഷൻ എത്രയാണ്? മുകളിലേക്ക് -F ആയിരുന്നു, അത് എത്ര? 44 ന്യൂട്ടൺ. താഴേക്ക് 3 ടൈംസ് എഫ് വരുന്നു, അത് 122 ന്യൂട്ടൺ. ഓക്കെ, 122 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി നമ്മൾ എന്ത് വെച്ച് ചെയ്യുന്നു? ഗോഡ്മാൻ ഇക്വേഷൻ വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? 45 ന്യൂട്ടൺ കിട്ടുന്നു, 135 ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ് സേഫർ സൈഡ്? ഇവിടെ നമുക്കറിയാം ഗുഡ്മാൻ ഇക്വേഷൻ നമ്മൾ കോമൺലി ബ്രിട്ടിൽ മെറ്റീരിയൽസിനാണ് ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് അത് നമുക്ക് സ്റ്റീലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അല്പം കൂടിയ വാല്യൂസ് കിട്ടത്തുള്ളൂ. അതായത് 45 കിട്ടി, 135 കിട്ടി. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മെറ്റീരിയൽ ആണ്? ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിന് സോഡർബർഗ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് സേഫർ സൈഡ്. ഓക്കെ, സോഡർബർഗ് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എഫ് വാല്യൂ കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്ത് എന്താണ്? 12 ഡയമീറ്റർ അല്ലെ, 12 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിൽ എത്ര മാത്രം ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യാവുന്ന ചോദിച്ചിരുന്നത്. നമ്മൾ സോഡർബർഗ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 44, 122 എന്ന് കിട്ടി. എന്നാൽ ഗുഡ്മാൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 45, 135 എന്നാണ് കിട്ടിയത് അല്ലെ. 45 ആയി. അപ്പോഴ് ഏറ്റവും സേഫർ ആയിട്ടുള്ളത് കുറഞ്ഞ ലോഡ് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോഴ് നമ്മൾ ഗുഡ്മാൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ സോഡർബർഗിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സേഫർ വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, 45 ആയില്ല, അത് 44ലേക്ക് റെഡ്യൂസ് ചെയ്തു. 135 ആയില്ല, അത് 122ലേക്ക് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഈ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വേരിയബിൾ ലോഡിംഗ് ആണെങ്കിൽ എങ്ങനെ ഷാഫ്റ്റിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യും, അതാണ് ഒന്നാമത് ചെയ്ത പ്രോബ്ലം. രണ്ടാമത് ചെയ്ത പ്രോബ്ലം, ഷാഫ്റ്റ് ഇത്ര സൈസിലുള്ള ഒരു ഷാഫ്റ്റ് ആണ്, അതിലൊരു വേരിയബിൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലെ എത്രമാത്രം മാക്സിമം ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. മുകളിലേക്ക് എന്താണ് എഫും താഴേക്ക് 3F എന്ന് പറയുന്ന ഒരു ലോഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രമാത്രം മാക്സിമം ലോഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ കോൾഡ് ഡ്രോൺ സ്റ്റീൽ എന്നും ആണെന്ന് അറിയാവുന്നതുകൊണ്ട്, ഡക്റ്റൈൽ മെറ്റീരിയൽ ആയതുകൊണ്ടും സോഡർബർഗ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ നമ്മൾ ഗുഡ്മാൻ ഉപയോഗിച്ച് കൂടി ഒന്ന് ചെയ്ത് നോക്കുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇന്ന്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രവൻ എസ് നായർ കേൾക്കുന്നുണ്ടോ? കാർത്തികേയൻ കേൾക്കുന്നുണ്ടോടെ? മനസ്സിലായോ? എന്ത് മനസ്സിലായി? പഠിപ്പിച്ചത് മനസ്സിലായി. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിക്കാം. ആർ സൂര്യ പറഞ്ഞോളൂ. ക്ലാസ്സിൽ ഇല്ലെന്നറിയാം, പറയൂ. ആർ സൂര്യ ഓൺലൈൻ ക്ലാസ്സാന്ന് പറഞ്ഞ എവിടെ പോയേക്കുക? ഉണ്ടോ? എന്താ മനസ്സിലായി? ഈ പ്രോബ്ലംസ് മനസ്സിലായോ? ചെറുതായിട്ട് മനസ്സിലായോ? ചെറുതായിട്ടല്ലല്ലോ, 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചിട്ട് ചെറുതായിട്ടേ മനസ്സിലായുള്ളൂ. കേട്ടില്ല? മനസ്സിലായി. നീ വേറെ ദൂരെ എവിടെയെങ്കിലും ഇരിക്കുവാണോ? സൗണ്ട് അങ്ങ് വിദൂരത്ത് നിന്നാണല്ലോ കേൾക്കുന്നത്. ക്ലാസ്സിലെ ശരി, ഓക്കെ. സോ ഈ പ്രോബ്ലംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുക. ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ നാളെ 10 മണിക്ക് മുമ്പായിട്ട് ET ലാബിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ. നിങ്ങളുടെ പേരും നിങ്ങളുടെ റോൾ നമ്പറും ആ ഷീറ്റിന് മുകളിൽ എഴുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് അസൈൻമെന്റുകളാണ്. നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ ഉണ്ട് ചെയ്യാൻ. സാവകാശം മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, കണ്ട് ചെയ്യുന്ന പ്രവണത ഒഴിവാക്കണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പോർഷൻ പഠിപ്പിച്ചതോ ഇതുവരെ മോഡ്യൂൾ 2 ആണ്. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മോഡ്യൂൾ 3യിലേക്ക് കടക്കുവാണ്. ഓക്കെ, മോഡ്യൂൾ 3 മുതൽ ഒരു അല്പം എന്താണ് കംപ്ലീറ്റ് ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ് നമ്മൾ. തിയറി പാർട്ട് കുറച്ച് കുറവായിരിക്കും. ഇനിയുള്ള മോഡ്യൂൾസിൽ തിയറി പാർട്ട് കുറവായിരിക്കും. അപ്പൊ ആദ്യത്തെ 2 മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് സെമിസ്റ്റർ അസൈൻമെന്റുകളുണ്ട്. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരും. നിങ്ങളത് ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് എൻ്റർ ചെയ്തോളൂ.